വളരെ ശക്തമായി ലക്ഷ്യവേദിയായി ഇടപെട്ടുകൊണ്ട് നിൽക്കുകയാണ് സഹകരണം മുഴുവൻ. നമ്മുടെ ഈ സാഹചര്യത്തിൽ നമ്മളുടെ രാജ്യവും വിശേഷിച്ച് നമ്മുടെ സംസ്ഥാനത്തും നാം അഭിമുഖീകരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തെ സംബന്ധിച്ച തികഞ്ഞ ബോധ്യം സംഘടനക്കുണ്ട്. ഒരേ ഒരു കാര്യം മാത്രം ഇവിടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 48-ൽ അതിനു മുമ്പ് തന്നെ സഹപ്രവർത്തകരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല എന്ന് വിലയിരുത്തി. അന്നത്തെ സാഹചര്യത്തിൽ അത്തരത്തിലൊരു നിഗമനത്തിൽ എത്തിച്ചേരണമെങ്കിൽ അസാധാരണമായ നിലയിൽ ആഴത്തിലുള്ള മാർക്സിസ്റ്റ് ദർശനത്തിലുള്ള ധാരണ ഉണ്ടാകും. കാരണം പുറമേ നിന്ന് നോക്കിയാൽ CPI ഒരു ശരിയായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമല്ല എന്ന് പറയാൻ ആർക്കും കഴിയില്ല. സർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പിന്തുണ രാജ്യത്തിനുള്ളിൽ തന്നെ ബൗദ്ധിക രംഗത്തടക്കം പ്രവർത്തിക്കുന്ന അനേകം ആളുകളുടെ പിന്തുണയും മതിപ്പും ഈ രാജ്യത്ത് കർഷക തൊഴിലാളികളുടെയും സാധാരണ മനുഷ്യരുടെയും പ്രക്ഷോഭം നയിക്കുന്ന പ്രസ്ഥാനം ഭരണകൂടത്തിന്റെ മർദ്ദനത്തോടെ ചൂണ്ടി നിരവധി ആളുകൾ രക്തസാക്ഷികൾ ആയിക്കൊണ്ടിരിക്കുന്ന അത്ര ഒരു രക്തസാക്ഷിത്വത്തിന്റെ പ്രേരണയും നേതൃത്വവും നൽകുന്ന ഒരു പാർട്ടി, ആ പൊസിഷനിൽ നിൽക്കുന്ന ഒരു പാർട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഖാവ് ശിവദാസ് ഘോഷ് 1948 വിലയിരുത്തി ഇതൊരു ശരിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. അന്നത്തെ സാഹചര്യത്തിൽ ആ വിലയിരുത്തൽ സ്വീകരിക്കാൻ ഒട്ടനവധി ആളുകൾക്ക് ബുദ്ധിമുട്ടും വിഷമമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വളരെ വ്യക്തതയോടെ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം, നമുക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, ഈ സംസ്ഥാനത്തെ ലക്ഷോപലക്ഷം ഇടതുപക്ഷ വിശ്വാസികൾക്ക് ഈ പ്രസ്ഥാനത്തിന്റെ പോക്കെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ സംസ്ഥാനത്തിന്റെ വർത്തമാന രാഷ്ട്രീയ സാഹചര്യം അത് നമ്മളെ ഓർമ്മപ്പെടുത്തുക. ഈ ആഗസ്റ്റ് 5-ന് നമ്മൾ പരിഗണനയിൽ എടുക്കേണ്ടുന്ന ഒരു കാര്യം, ഇടതുപക്ഷ പാരമ്പര്യമുള്ള ഈ സംസ്ഥാനത്ത് തൊഴിലാളികളുടെയും കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും എല്ലാം വലിയ പോരാട്ടങ്ങളുണ്ടായ ഈ മണ്ണിൽ അഭിമാനകരമായ പദവി എന്ന നിലയിൽ പണിയെടുക്കുന്നവൻ സ്വന്തം അസ്തിത്വത്തെ കാണുന്ന വിധത്തിലുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ട ഈ മണ്ണിൽ വലതുപക്ഷ ശക്തികൾ സ്വാധീനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. വലതുപക്ഷ ശക്തികൾക്ക് ആ വിധത്തിൽ സ്വാധീനം ഉണ്ടാക്കാൻ പണി ഒരുക്കി കൊടുക്കുന്നത് ആരാണ്? ആശാസമരം വന്നപ്പോ ഈ ശക്തികൾ പ്രചരിപ്പിച്ചു നമ്മൾ BJPയുമായി കൈകോർക്കുന്നു. അവരുടെ സോഷ്യൽ മീഡിയ പടയെ മുഴുവൻ രംഗത്തിറക്കിയ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് BJPക്ക് നിലമൊരുക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഈ കേരളത്തിൽ അധികാരത്തിലിരുന്നു കൊണ്ട് ജനവിരുദ്ധങ്ങളായ നയങ്ങൾ നടപ്പാക്കുമ്പോൾ, ജനവിരുദ്ധം എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ കാണുന്ന സാമൂഹ്യ അരക്ഷിതാവസ്ഥ എന്താണ്? ഏതു മേഖലയിലുണ്ട്? ആളുകൾ അക്ഷരാർത്ഥത്തിൽ നെഞ്ചത്ത് കൈവച്ച് ഈ സാമൂഹ്യ സാഹചര്യത്തെ ആധിയോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ മാസത്തിനുള്ളിൽ ഈ കഴിഞ്ഞ 40 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ 17 പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അറിയുമോ? സഹകൾക്ക് തകരുകയാണ് ഈ സംസ്ഥാനം, തകരുകയാണ്. ആരോഗ്യ മേഖലയുടെ സ്ഥിതി എന്താ? പണം ചെലവഴിക്കാതെ ചികിത്സ കിട്ടുന്നുള്ള സാഹചര്യം വന്നിരിക്കുന്നു. ഹാരിസ് ഡോക്ടർ പുറത്തേക്ക് വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ ഈ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളും ആശുപത്രികളിൽ ശരണം പ്രാപിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ സ്വന്തം അനുഭവം കൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ എത്രയോ സന്ദർഭങ്ങളിൽ കേരളത്തിലെ സാഹചര്യതാണ്. ഇന്നത്തെ വാർത്ത എന്താണ്? 14 വർഷമായി ശമ്പള കുടിശ്ശികയുള്ള ഒരു അധ്യാപികയുടെ ഭർത്താവ് 42 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. കേരളത്തിൽ എവിടേക്കാണ് ഈ സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നത്? എന്നൊരു പതനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മറുവശത്ത് മൂലധന ശക്തികളുമായി കൈകോർക്കുകയും അവർക്ക് വേണ്ടി എത്ര നിർലജ്ജമായ വിട്ടുപണിയും ചെയ്യുന്നതിന് സന്നദ്ധമായി കൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷം എന്ന പേരിൽ. ആരാണ് ഈ സാഹചര്യം പ്രയോജനപ്പെടുത്തുക? വലതുപക്ഷ ശക്തികളല്ലേ?
അപ്പൊ വലതുപക്ഷ ശക്തികൾക്ക് കേരളത്തിൽ വേരോട്ടുണ്ടാക്കി കൊടുക്കാൻ സാഹചര്യം ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് നയങ്ങൾ വഴിയാണ്. ജനങ്ങൾക്കെതിരെ ഒരു ആക്രമണം വരുമ്പോൾ, അല്ലെങ്കിൽ 18 വർഷമായി തുച്ഛകൂലിക്ക് പണിയെടുക്കുന്ന ആശമാരുടെ പ്രശ്നം ഉയർത്തിക്കൊണ്ടൊരു പ്രക്ഷോഭം നടത്തേണ്ട ആവശ്യകത വന്നാൽ മുഴുവൻ തൊഴിലാളികളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ആ കടമ ഏറ്റെടുക്കാൻ നമ്മൾ മുന്നോട്ട് വരും. മനുഷ്യ സ്നേഹികൾ മുന്നോട്ട് വരും, പുരോഗമന വിശ്വാസികൾ മുന്നോട്ട് വരും. അതും രാഷ്ട്രീയമായി മുതലെടുക്കാൻ മറ്റാരെങ്കിലും ഒക്കെ തയ്യാറായെന്ന് വരും. ആ മുതലെടുപ്പിന് ആ ശക്തികൾക്ക് അവസരമൊരുക്കി കൊടുക്കുന്നത് ഇതേ ആളുകൾ തന്നെ അധികാരത്തിലിരിക്കുന്ന ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാ. സമൂഹ മധ്യത്തിൽ തെരഞ്ഞെടുപ്പിന്റെ രംഗത്ത് തെരഞ്ഞെടുപ്പ് ഫലത്തിന് മുമ്പ് പിമ്പും ഒക്കെ നമ്മൾ കണ്ടതാ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നാം കണ്ടതാ. ഒരു പ്രത്യേകതരം നറേറ്റീവ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷങ്ങൾ കേരളത്തിൽ. എന്താണ് നറേറ്റീവ്? മുസ്ലിം ഭീകരവാദികൾ കേരളത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജയരാജൻ ആ ഒരു വിഷയത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി പുസ്തകം എഴുതുന്നു. മുഖ്യമന്ത്രി ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തുന്നു. അദ്ദേഹം ഹിന്ദുവുമായി ഇന്റർവ്യൂ നടത്തുന്നിടത്ത് അത് ഊന്നി പറയുന്നു. മലപ്പുറം ജില്ല എല്ലാത്തരം ഭീകര പ്രവർത്തനങ്ങളുടെയും ഹബ്ബാണ് പ്രചരിപ്പിക്കുന്നു. എന്തിനാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഒരൊറ്റ ലക്ഷ്യമുള്ളൂ. ഈ രാജ്യത്തെ ഹിന്ദുത്വ, ഈ സംസ്ഥാനത്തെ ഹിന്ദുത്വത്തിന്റെ ശക്തികൾ പ്രചരിപ്പിക്കുന്ന വാദഗതികൾക്ക് ബലം പകരുന്ന, അങ്ങനെ ബലം പകർന്നാലത് വലതുപക്ഷ ശക്തികൾക്ക് സ്വാധീനം ഉണ്ടാക്കുന്ന ഒരു സ്ഥിതി വരുമെന്ന് ഈ കൂട്ടർക്ക് മനസ്സിലാക്കാനാവില്ലേ? ഏതാനും വോട്ടുകൾക്ക് വേണ്ടി ഈ സംസ്ഥാനത്തിന്റെ മതേതര സ്ഥിതിയെ, അതിന്റെ അസ്തിത്വത്തെ തകർക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഖാക്കളെ, നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നതാണ് യഥാർത്ഥ ഇടതുപക്ഷീയത. നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് മാത്രമാണ്, ഒരു സംശയം വേണ്ട. സമരത്തിന്റെ പക്ഷം, ജനസമരത്തിന്റെ പക്ഷം, അവിടെ അടിയുറച്ചു നിൽക്കും. നമ്മൾ അടിയുറച്ചു നിന്നുകൊണ്ട് നമ്മൾ പൊരുതിക്കൊണ്ടിരിക്കുക. നമ്മുടെ പ്രവർത്തകർ, നമ്മൾ ഓരോ മേഖലയിലേക്ക് നിയോഗിക്കുന്ന നമ്മുടെ സഖാക്കളെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരൊരു നിലപാടല്ലേ സ്വീകരിക്കേണ്ടത്? തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന ഇന്നത്തെ ഈ സാഹചര്യത്തിൽ, അഭിമുഖീകരിക്കുന്ന ജീവിതത്തിന്റെ ദുരിതപൂർണമായ ഈ സാഹചര്യത്തിൽ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന ഒരു പ്രവർത്തനം, അത് ഉയർന്നു വരികയല്ലേ ചെയ്യേണ്ടത്? KSRTC തൊഴിലാളികളുടെ ജീവിതം ആലോചിക്കുമ്പോൾ, വൈദ്യുതി ബോർഡിൽ തൊഴിലാളികളുടെ ജീവിതം ആലോചിക്കുമ്പോൾ, സർക്കാർ ജീവനക്കാരായിരിക്കുന്ന പ്രശ്നങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ, ഒരു പ്രക്ഷോഭം ഉയർന്നു വരാൻ ഈ രാജ്യത്തെ തൊഴിലാളികൾ കാത്തിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നു പ്രവർത്തിക്കുകയാണ് നമ്മുടെ പ്രസ്ഥാനം. ഈ ഇടതുപക്ഷ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മണ്ണിൽ യഥാർത്ഥ ലെഫ്റ്റിസത്തിന്റെ ബാനർ ഉയർത്തിപ്പിടിച്ചിട്ട് നമ്മൾ നിലകൊള്ളൂ. അവിടെ ലെഫ്റ്റിസത്തിൽ നിന്നും അപ്പുറത്തേക്ക് തൊഴിലാളി വർഗ പ്രസ്ഥാനം, തൊഴിലാളി വർഗ വിപ്ലവ പ്രസ്ഥാനം, അതിന്റെ സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ട് സുഭാഷ് പ്രസംഗിച്ചു നിർത്തിയ പോലെ സ്വാധീനം ഉറപ്പിച്ചുകൊണ്ട് ഈ മണ്ണിന്റെ മുക്കിനും മൂലയിലും ഇന്ത്യൻ മണ്ണിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശുദ്ധാസ് ഘോഷ് സ്ഥാപിച്ചു വളർത്തിയെടുത്ത ഈ പ്രസ്ഥാനം മുക്കിനും മൂലയിലും എത്തിക്കുന്ന പ്രതിജ്ഞയെടുത്ത സന്ദർഭമാണ്. അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട്, സമരപക്ഷത്തേക്ക് അണിനിരത്തിക്കൊണ്ട്, മുതലാളിത്ത വിരുദ്ധ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന് അനുരോധമായ രീതിയിൽ ജനങ്ങളെ അണിനിരത്തുന്ന ആ ചരിത്രപ്രധാനമായ ദൗത്യം നമ്മൾ ഏറ്റെടുക്കുന്നുവെന്ന് ഈ ആഗസ്റ്റ് 5 പ്രതിജ്ഞ ചെയ്യുന്നു. നമ്മൾ ഇന്ത്യയെമ്പാടുമുള്ള വിപ്ലവകാരികളോടൊപ്പം നിന്നുകൊണ്ട് ഒന്നടങ്കം നാം പ്രതിജ്ഞ ചെയ്യുന്നതാണ്. അത്തരമൊരു പ്രതിജ്ഞ ചെയ്യുവാൻ, അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ നമ്മുടെ മൈസൂരിൽ ഇപ്പോൾ അവസാനിച്ച ദക്ഷിണേന്ത്യൻ സ്കൂൾ ഓഫ് പൊളിറ്റിക്സിൽ സഖാവ് പ്രഭാഷ് ഘോഷ് ഓരോ സഖാവിനോടുമായി സിദ്ധാസ് ഘോഷ് സഖാവിന്റെ അന്ത്യനിമിഷങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. സിദ്ധാസ് ഘോഷ് സഖാവിന്റെ മരണത്തിന്റെ അന്ത്യനിമിഷങ്ങളിൽ ചുറ്റുപാട് നിന്ന സഖാക്കളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു, സമരം തുടരുക, സമരം തുടരുക. അവ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പ്രഭാഷ് ഘോഷ് സഖാവ് മൈസൂരിലെ സ്കൂൾ ഓഫ് പൊളിറ്റിക്സ് അവസാനിപ്പിച്ചത്. ആ സഖാവിന്റെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് നാം സമരം തുടരും. എത്ര പർവ്വത തുല്യമായ പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്തിന്റെ മണ്ണിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്വാധീനം ഉറപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും. ആ പ്രതിജ്ഞ നാം ഏവരും ഒന്നടങ്കം ഒരുമിച്ച് നിന്നുകൊണ്ട് ഏറ്റെടുക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിക്കുകയാണ്.